സുപ്രധാനമായ ഒരു വാർത്തയിലേക്കാണ് ആദ്യം. കവടിയാർ ഭൂമി തട്ടിപ്പ് കേസ് പ്രതിയായ കോൺഗ്രസ് നേതാവ് അനന്തപുരി മണികണ്ഠൻ അറസ്റ്റിൽ. ബംഗളൂരുവിൽ വെച്ചാണ് മണികണ്ഠൻ അറസ്റ്റിലായത്. മ്യൂസിയം പോലീസാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്. കമലേഷ് ചേരുകയാണ്. കമലേഷ്, പോലീസ് കുറച്ച് ദിവസമായി ഇയാളെ തിരക്കി നടക്കുകയായിരുന്നു, ഇപ്പോൾ പിടിയിലായി. വിശദാംശങ്ങൾ. ഷമി, തീർച്ചയായും കഴിഞ്ഞ കുറച്ച് നാളുകളായി പോലീസ് ഈ അനന്തപുരി മണികണ്ഠൻ എന്നയാൾക്ക് വേണ്ടിയുള്ള തെരച്ചിൽ നടത്തുകയാണ്. ഈ കവടിയാർ കേസുമായി ബന്ധപ്പെട്ട്, കവടിയാർ ഭൂമി തട്ടിപ്പ് കേസുമായി ബന്ധപ്പെട്ട് രണ്ടുപേരാണ് നേരത്തെ പ്രതിപ്പട്ടികയിലുണ്ടായിരുന്നത്. ഒന്ന് കൊല്ലം സ്വദേശിയായിട്ടുള്ള ഒരു മെറിൻ ജേക്കബ്, അതുപോലെ തന്നെ ഒരു വസന്ത എന്ന് പറയുന്ന രണ്ടുപേരാണ്. ഇതിൽ പ്രവാസിയായ ഡോറ എന്ന ഒരു സ്ത്രീയുടെ ഭൂമി 1.5 കോടി രൂപയോളം വില വരുന്ന ഭൂമി ആൾമാറാട്ടം നടത്തി, അതായത് ഡോറയുടെ രൂപസാദൃശ്യമുള്ള വസന്ത എന്നയാളെ ഉപയോഗിച്ച് കള്ളരേഖകൾ ഉണ്ടാക്കി തട്ടിയെടുത്തു എന്നുള്ളതാണ് ഈ കേസിനാസ്പദമായ പരാതി. ഇതിൽ നിർണായകമായ പങ്ക് വഹിച്ചിട്ടുള്ളത്, ഇതിൻ്റെ രേഖകൾ ഉൾപ്പെടെ വ്യാജരേഖകൾ ഉൾപ്പെടെ ചമച്ച് നൽകിയിട്ടുള്ളത് ഈ കോൺഗ്രസ് നേതാവായിട്ടുള്ള, കോൺഗ്രസിൻ്റെ തിരുവനന്തപുരം DCC അംഗമായിട്ടുള്ള അനന്തപുരി മണികണ്ഠനാണ് എന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കേസിൽ ഇയാളെ പ്രതി ചേർത്തത്. വ്യാപകമായ തിരച്ചിലിനൊടുവിൽ ഇന്ന് രാവിലെ ബംഗളൂരുവിൽ വെച്ചാണ് മ്യൂസിയം പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. വൈകിട്ടോടുകൂടി ഇയാളെ തിരുവനന്തപുരത്ത് എത്തിക്കും, സ്റ്റേഷനിൽ എത്തിക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും കോൺഗ്രസിനകത്ത് വലിയ ഉന്നതരുമായി വലിയ ബന്ധമുള്ള ആളാണ് അനന്തപുരി മണികണ്ഠൻ. DCC അംഗമാണ് എന്നതിനപ്പുറത്തേക്ക് കോൺഗ്രസിൻ്റെ രാഷ്ട്രീയകാര്യ സമിതി അംഗമായിട്ടുള്ള VS ശിവകുമാർ, മുൻ മന്ത്രി ഉൾപ്പെടെയായിട്ടുള്ള VS ശിവകുമാറിൻ്റെ അടുത്ത അനുയായിയാണ് ഇയാൾ. അതോടൊപ്പം K മുരളീധരൻ, VD സതീശൻ, രമേശ് ചെന്നിത്തല അടക്കമുള്ള നേതാക്കളുടെയും അടുത്തയാളാണ് ഈ അനന്തപുരി മണികണ്ഠൻ എന്നയാൾ. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിനൊരു രാഷ്ട്രീയ പ്രാധാന്യം വരുന്നത് എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. വളരെ നേരത്തെ തന്നെ ഈ കേസിൽ ആദ്യം 2 പേരെയാണ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ മെറിൻ ജേക്കബ്, അതുപോലെ തന്നെ വസന്ത, ഈ തട്ടിപ്പ് നേരിട്ട് നടത്തിയ 2 പേരാണിവർ. ഇവരെ കൂടുതൽ ചോദ്യം ചെയ്തതിൽ നിന്നാണ് ഇതിൽ വ്യാജരേഖകൾ ചമക്കുന്നതിന് വേണ്ടി ഈ രൂപസാദൃശ്യമുള്ള ഈ വസന്ത എന്നയാളെ ഇതിന് ഉപയോഗിക്കുന്നതിന് വേണ്ടിയൊക്കെ സഹായിച്ചത് ഈ അനന്തപുരി മണികണ്ഠനാണ് എന്ന വിവരം പോലീസിന് ലഭിക്കുന്നത്. അതിനുശേഷമാണ് ഇയാളെ പ്രതി ചേർക്കുകയും ഇയാൾക്ക് വേണ്ടിയുള്ള അന്വേഷണം നടത്തുകയും ചെയ്തത്. ഇയാൾ ഒളിവിലായിരുന്നു കഴിഞ്ഞ കുറേ നാളുകളായി. ഏതായാലും ഇന്നിപ്പോൾ രാവിലെയോടുകൂടി ഈ കോൺഗ്രസ് DCC അംഗമായിട്ടുള്ള മുതിർന്ന നേതാവായിട്ടുള്ള അനന്തപുരി മണികണ്ഠനെ മ്യൂസിയം പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. വൈകിട്ടോടുകൂടി ഇയാളെ തിരുവനന്തപുരത്ത് എത്തിക്കും. ഒരു 24 മണിക്കൂർ നേരം ഇയാളെ കസ്റ്റഡിയിൽ വെക്കാൻ പോലീസിന് കഴിയും. ആ സമയത്ത് കൂടുതൽ വിശദമായ ചോദ്യം ചെയ്തതിന് ശേഷം കൂടുതൽ വിവരങ്ങൾ ലഭ്യമാക്കുക എന്നുള്ളതാണ് പോലീസിന് മുന്നിലുള്ള പ്രധാനപ്പെട്ട കാര്യം. മറ്റ് 2 പേരെ മാത്രമാണ് നിലവിലിപ്പോൾ പോലീസിന് ചോദ്യം ചെയ്യാൻ കഴിഞ്ഞിട്ടുള്ളത്. ഏറ്റവും നിർണായകമായ വിവരങ്ങൾ ലഭിക്കുക സ്വാഭാവികമായും ഈ അനന്തപുരി മണികണ്ഠനിൽ നിന്നാണ്. അതുകൊണ്ട് തന്നെ വിശദമായ ചോദ്യം ചെയ്യലിന് ശേഷം നാളെയായിരിക്കും ഒരുപക്ഷെ ഇയാളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുക. ഷമി, കമലേഷാണ് വിശദാംശങ്ങൾ നൽകിയത്.